ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പാണെന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊട്ടറ്റോ കട്ട ഫ്രൈ ആണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് കളയാൻ വേണ്ടി നിൽക്കരുത്. പിന്നീട് നമുക്ക് കറി വെക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്കൊക്കെ വെക്കുമ്പോഴത്തേക്ക് വേവിച്ചിടക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലേക്ക് നമ്മളിങ്ങനെ സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ട് വേണം ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ചെറുതായിട്ട് വേസ്റ്റ് ഒന്നും ആക്കാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇത് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് 2-3 വെള്ളത്തിലൊന്ന് കഴുകണം. നന്നായിട്ട് ഇതിൻ്റെ ആ പുറത്തുള്ള സ്റ്റാച്ചൊക്കെ പോകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അതായത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 50% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. ആ ഒരു രീതിക്ക് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. പകുതിയോളം അളവിൽ ഇത് വെന്തിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം ഇട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ബാക്കി അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് നേരെ വെള്ളത്തിൽ നിന്നെല്ലാം മാറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലേക്കൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് നമ്മളിത് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിനോടൊപ്പം കൂടെ വേണ്ടതാണ് ഇതുപോലെ ഞാനിപ്പോൾ ഒരു 6 വെളുത്തുള്ളി അല്ലി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയുടെ പുറത്തുള്ള പുറംതോടൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നിർബന്ധമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അത്രയും മാത്രമേ ഉള്ളൂ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 സ്പൂൺ നിറയെ കോൺഫ്ലോറും കൂടി. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളത്. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ മൈദാമാവും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഈ മൈദാമാവിന് പകരം നമുക്ക് ഈ 2 സ്പൂണും കോൺഫ്ലോറും തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 സ്പൂൺ അളവിൽ മൈദാമാവും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്നാണെന്ന് വെച്ചിട്ട് നമ്മുടെ ഈ റെസിപ്പി ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ ഒരല്പം മാത്രം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ഉപ്പും കൂടിയാണ്. നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരല്പം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. കാരണം ആ ഒരു ഉപ്പ് കറക്റ്റ് ആവില്ല ഇതിലേക്ക്, വളരെ കുറച്ച് മാത്രം മതിയാവും. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് എടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരല്പം നനവുണ്ടാവും, ചെറിയൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ മതിയാവും ഇത്രയും മിക്സ് ആകാനായിട്ട്. അതില്ല കുറച്ച് നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരല്പം മാത്രം ഒരു 2-3 ടീസ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ ഈ മസാലയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് കോട്ടാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് വെള്ളം ചേർത്ത് കളയരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം എല്ലാ ഉരുളക്കിഴങ്ങിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വിതറിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ആ സ്പൂണ് കൊണ്ട് അതിൻ്റെ ആ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് ഹാർഡായി തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിലും ഒരുപാട് ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി നമുക്ക് കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ ഫ്ലെയിം കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങെല്ലാം വീണ്ടും വീണ്ടും വെന്തുകൊണ്ടേയിരിക്കും. അല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതിൻ്റെ പേരിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്കിത് വരേണ്ടത്. ഇപ്പോൾ തന്നെ പകുതിയോളം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് കിടക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലതുപോലെ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ചിലിച്ചിലാന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് കേൾക്കും. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മളിങ്ങനെ ഹാർഡാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രമാത്രം ടേസ്റ്റിയാണെന്ന് തോന്നുന്നു. അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം കുറച്ച് സോഫ്റ്റും ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഏകദേശം 1-2 ദിവസമൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനും പറ്റുന്നതാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സൈഡായിട്ട് നമുക്ക് നല്ലൊരു ടൊമാറ്റോ സോസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മയോനൈസിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്കിത് സൈഡായിട്ട് എടുക്കാം. എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയുടെ കൂടെ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.